ദൈവ തിരുനാമത്തിന് ഇന്നും എന്നും എന്നേക്കും മഹത്വം ഉണ്ടായിരിക്കട്ടെ. വീണ്ടും ലേവ്യ പുസ്തകം 15ഉം 16ഉം അധ്യായങ്ങളിലേക്ക് നാം വരികയാണ്. ഇരിക്കുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമുക്ക് ദൈവകൃപയിൽ ധ്യാനിക്കാം. 13ഉം 14ലും എല്ലാം കുഷ്ഠരോഗിയെക്കുറിച്ചുള്ള പ്രമാണങ്ങളും അവനെപ്രകാരം ശുദ്ധീകരണം പ്രാപിക്കണമെന്നുമൊക്കെ ഇസ്രായേൽ ജനത്തിന് കൊടുത്ത നിയമമാണ്, ന്യായപ്രമാണമാണ്. എന്നാൽ അതിൽ കൂടെ അത് ഫിസിക്കലായിട്ട് അപ്രകാരം തന്നെയല്ല ഇന്നത്തെ പാലനം എന്ന് പറയുന്നത്, ഇന്നത്തെ അത് പാലിക്കുന്നത്. എന്നാൽ അതിൽ കൂടെ നമുക്ക് ആത്മീകമായ ഇന്ന് നമുക്ക് ആവശ്യമായിരിക്കും സത്യങ്ങളൊക്കെ അതിൽ കൂടെ മനസ്സിലാകുന്നുണ്ട്. അതായത് ന്യായപ്രമാണം എന്നത് സാക്ഷാലുള്ള സ്വരൂപമല്ല. അത് എബ്രായ ലേഖനം 10-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്. ന്യായപ്രമാണം വരുവാനുള്ള നന്മകളെ നിഴലല്ലാതെ കാര്യങ്ങളുടെ സാക്ഷാൽ സ്വരൂപമല്ലായകൊണ്ട് എന്ന് പറയണം അവിടെ. അപ്പോൾ സാക്ഷാലുള്ള സ്വരൂപമല്ല, വരുവാനിരുന്നവയുടെ നിഴലെത്രയെന്ന്. ഈ നിഴലുകളെല്ലാം പൊരുളായി തീർന്നത് കർത്താവായ യേശുക്രിസ്തു നമ്മളത് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ 15-ാമത്തെ അധ്യായത്തിൽ ഈ സ്രവക്കാരന് വേണ്ടിയുള്ള ഇഷ്യൂസ്, ബോഡി ഇഷ്യൂസ് എന്ന് പറയുന്നത്, സ്രവത്താൽ ശുദ്ധനായ ഒരു മനുഷ്യൻ എങ്ങനെയായിരിക്കണം, അവനിരിക്കുന്നിടം അശുദ്ധമായിരിക്കും, അവൻ തൊടുന്നിടം അശുദ്ധമായിരിക്കും. അങ്ങനെ വലിയൊരു പ്രമാണമാണ്. ഭയങ്കര മനുഷ്യന് പാലിക്കാൻ പ്രയാസമായിരുന്ന ഒരു കാര്യമായിട്ടാണ് ന്യായപ്രമാണത്തെ പറയുന്നത്, അല്ലെ? വലിയൊരു ഒരു നുഖം പോലെയായിരുന്നു അതെന്ന് പറയുന്നത്. കാരണം എന്തുകൊണ്ടാണ്? മനുഷ്യൻ്റെ പാപം നിമിത്തമാണ്, അല്ലെങ്കിൽ ദൈവത്തിന് മനുഷ്യൻ്റെ അടുക്കിലേക്ക് ഇറങ്ങി വരേണ്ടതിനാണ് ഈ ഒരു പ്രയാസത്തിൽ കൂടെയൊക്കെ ഒരു ജനതയെ തിരഞ്ഞെടുത്ത് അതിൽ കൂടെ കടത്തിവിട്ടത്. ഇപ്പം എല്ലാവരും പറയും ഇസ്രായേൽ ജനത്തെ തിരഞ്ഞെടുത്തു, എന്താ ദൈവം പാർഷ്യാലിറ്റി കാണിക്കുന്നത്? പക്ഷേ ആ തിരഞ്ഞെടുപ്പിന് അവർ കൊടുക്കേണ്ടി വന്ന, ഇന്നും കൊടുത്തുകൊണ്ടിരിക്കുന്ന വിലയെന്ന് പറയുന്ന, സാക്രിഫൈസ് എന്ന് പറയുന്നത് വലിയതാണ്. അവരുടെ പ്രമാണങ്ങളും ചിട്ടകളും രീതികളും എല്ലാം. ഇപ്പോൾ ഇന്ത്യൻ സൈന്യമുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദേശത്തിൻ്റെ സൈന്യമുണ്ട്. ആ സൈന്യത്തിലേക്ക് എല്ലാവരെയും യുദ്ധത്തിൻ്റെ സാഹചര്യം വന്നാൽ പട്ടാളക്കാരുടെ അഭാവത്തിൽ എല്ലാവർക്കും പങ്കെടുക്കാം. പക്ഷേ അതിനോട് സെലക്റ്റഡ് ആയിട്ടുള്ള ആ പട്ടാളക്കാരെ സെലക്ട് ചെയ്തിട്ട് അവരുടെ ട്രെയിനിങ് എന്താ, അവരുടെ ഓരോ അനുദിനമുള്ള ഓരോ ചിട്ടകൾ എന്താ? ഇറ്റ്സ് ടു ഹാർഡ്, അല്ലേ? അതൊരു സാധാരണ മനുഷ്യനുള്ളതല്ല. അപ്പോൾ മറ്റുള്ളവരെല്ലാം സ്നേഹിക്കാത്തതുകൊണ്ടാണ്? അല്ല, അതിനു വേണ്ടി നിയമിക്കപ്പെട്ടു, മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. ഫോർ അതേഴ്സ്. അവർ മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ആ ദൗത്യം, യുദ്ധം, ദേശത്തിന് വേണ്ടിയാണ് അവരത് സഹിക്കുന്നത്. അതാണ് അവർക്ക് കൺസേൺ കിട്ടുന്നത്. എല്ലായിടത്തും ചെന്നാൽ അവരുടെ ഫാമിലിക്കൊക്കെ കൺസേൺ കിട്ടുന്നു, പട്ടാളക്കാരുടെ ആണെന്ന് പറഞ്ഞാൽ. അങ്ങനെ ഇത് ലോകത്തിന് വേണ്ടി അവർ ഇത് ചെയ്യണം എന്ന് പറഞ്ഞ പോലെ ഇസ്രായേൽ ജനത്തെ തിരഞ്ഞെടുക്കും, മറ്റുള്ളവർ തള്ളിക്കളഞ്ഞിട്ടല്ല. അബ്രഹാമിനെ വിളിക്കുമ്പോൾ നിന്നാൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്ന് പറയുന്നത്. അപ്പം ഇന്ന് സമൂഹത്തിലൊക്കെ ഈ അജ്ഞതയിൽ നിന്ന് ഉയരുന്ന ചോദ്യങ്ങളാണ്, ഈ നിരീശ്വരവാദികളൊക്കെ ഉയർത്തുന്ന ചോദ്യങ്ങളാണ്. അവർ മാത്രം തിരഞ്ഞെടുത്തു. പക്ഷെ അവർ തിരഞ്ഞെടുത്തത് എന്തിനാ? എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയായിട്ടാണ്. അപ്പോൾ ഒരു സെപ്പറേറ്റ് ഇതിനു വേണ്ടി. അപ്പോൾ ഇവിടെ നമ്മൾ കാണുക ആ തിരഞ്ഞെടുത്തവരുടെ പ്രമാണങ്ങൾ കൊണ്ട് എന്തുമാത്രം ഇതാണ്. അപ്പോൾ ഈ സ്രവക്കാരൻ്റെ എന്ന് പറയാം, തൊടുന്ന സ്ഥലം അശുദ്ധം, ഇരിക്കുന്ന സ്ഥലം അശുദ്ധം, പാത്രത്തെ തൊട്ട അശുദ്ധം, മൺപാത്രമാണ് ഉടച്ചു കളയണം, മരപാത്രമാണ് ഇത് കഴിയണം. അങ്ങനെ ഓരോന്നിങ്ങനെ പറയുകയാണ്. ഓരോന്ന് പറഞ്ഞിട്ട് സന്ധി വരെ അശുദ്ധനായിരിക്കണം, 7 ദിവസം അശുദ്ധമായിരിക്കണം, അങ്ങനെ കുറേ കാര്യം പറയുകയാണ്. 13-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, സർവ്വക്കാരൻ സ്രവം മാറി ശുദ്ധിയുള്ളവനാകുമ്പോൾ ശുദ്ധീകരണത്തിനായി 7 ദിവസം എണ്ണിയിട്ട് വസ്ത്രമലക്കി ദേഹം ഒഴുക്കുവെള്ളത്തിൽ കഴുകണം, എന്നാൽ അവൻ ശുദ്ധിയുള്ളവനാകും. ശുദ്ധിയുള്ളവനായി കഴിഞ്ഞാൽ പ്രാവിൻ കുഞ്ഞിനെ കൊണ്ടുവരണം. അങ്ങനെ അത് അറുത്ത് അവൻ അതിന് ശുദ്ധീകരണം പ്രാപിക്കും. അതിൻ്റെ കർമ്മമാണ്. യാഗം ചെയ്യുമ്പോൾ പ്രായശ്ചിത്തയാഗം എന്നാണ് പറയുന്നത്. എന്നിട്ട് പിന്നെ 15-ാം അധ്യായത്തിൽ തന്നെ 19-ാമത്തെ വാക്യം മുതൽ, ഒരു സ്ത്രീക്ക് സ്രവമുണ്ടായി അവൾ അംഗസ്രവം രക്തമായിരുന്നാൽ 7 ദിവസം അശുദ്ധിയായിരിക്കണം. അവൾ തൊടുന്നതെല്ലാം അശുദ്ധമായിരിക്കണം. അങ്ങനെ ഇരിക്കുന്നിടം, കിടക്കുന്നിടം എല്ലാം, അവൾ തൊടുന്ന വസ്ത്രങ്ങൾ എല്ലാം അശുദ്ധമാകുമെന്ന് പറയുന്നത്. അപ്പോൾ ആ ഋതുകാലം കവിഞ്ഞ് സ്രവിക്കുകയോ ചെയ്താൽ അത് അശുദ്ധിയുടെ സ്രവക്കാലം എന്നൊക്കെ അവിടെ പറയുന്നത്. ആ അശുദ്ധി മാറി വന്നിട്ട് 29-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ, 8-ാം ദിവസം 2 കുറുപ്രാവിനെയോ 2 പ്രാവിൻ കുഞ്ഞിനെയോ എടുത്ത് സമാഗമന കൂടാരത്തിന് വാതുക്കൽ പുരോഹിതൻ്റെ അടുക്ക് കൊണ്ടുവരണം. പുരോഹിതൻ ഒന്നിനെ പാപയാഗമായി മറ്റേതിന് ഹോമയാഗം അർപ്പിക്കണം. ഇങ്ങനെ അവൾക്ക് ശുദ്ധി വരുമെന്നാണ് പറയുന്നത്. ഇസ്രായേലിനോട് പ്രത്യേകം പറയുകയാണ്, ഈ പുരോഹിതന്മാർക്ക് പറയുക, അവരുടെ അശുദ്ധിയെക്കുറിച്ച് അവരിങ്ങനെ പ്രബോധിപ്പിക്കണം. കാരണം ദൈവം അവരുടെ നടുവിൽ വസിക്കണമെന്നാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ആ അശുദ്ധിയുടെ നടുവിൽ അങ്ങനെ ദൈവത്തിന് വരാൻ പറ്റത്തില്ല. നമ്മൾ തന്നെ വിശുദ്ധീകരിക്കണമെന്നാണ് ഇവിടെ. ഇത് കഴിഞ്ഞിട്ട് പിന്നെ 16-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ, അഹരോൻ ഈ കൃപാസനത്തെങ്കിൽ അടുത്ത് വരേണ്ടത് എങ്ങനെയാണെന്ന് പറയുന്നത്. കൃപാസനത്തിന് മീതെ മേഘത്തിൽ ദൈവം വെളിപ്പെടുകയാണ്.
അപ്പോൾ വിശുദ്ധ മന്ദിരത്തിൽ എങ്ങനെ വരണം? വിശുദ്ധമായ അങ്കി ധരിച്ചുകൊണ്ട് വരണം. 4-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, പാപയാഗത്തിനൊരു കാളക്കിടാവിന് ഹോമത്തിന് ആട്ടുകൊറ്റനെയും കൂടെ വിശുദ്ധ മന്ദിരത്തിലേക്ക് വരണം. എന്നിട്ട് പഞ്ഞിനൂൽ കൊണ്ടുള്ള വിശുദ്ധമായ അങ്കി ധരിച്ച് ദേഹത്തിൽ പഞ്ഞിനൂൽ കൊണ്ട് കാൽച്ചട്ടിയിട്ട് നടുക്കെട്ട് കെട്ടി മുടിയും വയ്ക്കണം. വിശുദ്ധ വസ്ത്രമാകാൻ ദേഹം വെള്ളത്തിൽ കഴുകി അവയെ ധരിക്കണം. ഈ വസ്ത്രങ്ങളൊക്കെ ധരിച്ചുകൊണ്ട് വേണം ഈ യാഗങ്ങൾക്കൊക്കെ വേണ്ടി ഈ സമാഗമനോടടുത്ത് കിടക്കേണ്ടതിന്. ഇനി 6-ാമത്തെ വാക്യം, തനിക്ക് വേണ്ടിയുള്ള പാപയാഗത്തിന്റെ കാളയെ അഹ്റോൻ അർപ്പിക്കണം. സഭയുടെ പക്കൽ നിന്നും അഹ്റോനും 3-ാമത്തെ വാക്യത്തിൽ അഹ്റോൻ തൻ്റെ പാപത്തിനു വേണ്ടി കാളക്കിടാവിനെയും ആട്ടുകൊറ്റനെയും കൊണ്ടുവരണം. പിന്നെ തൻ്റെ പാപത്തിനു വേണ്ടി പ്രായശ്ചിത്തം കഴിഞ്ഞതിന് ശേഷം 5-ാമത്തെ വാക്യത്തിൽ ഇസ്രായേൽ സഭയുടെ പക്കൽ നിന്നും പാപയാഗത്തിന് 2 കോലാട്ടുകൊറ്റനെയും 1 ആട്ടുകൊറ്റനെയും വാങ്ങണം. ആദ്യം തനിക്ക് വേണ്ടി യാഗം കഴിക്കണം, പിന്നീട് ജനത്തിനു വേണ്ടി യാഗം കഴിക്കണം. എന്നിട്ട് അവിടെ ഈ ശുദ്ധീകരണത്തിന് പിന്നെ അഹ്റോൻ അവിടെ ഒരു കാര്യം നടക്കുകയാണ്. ഈ ജനത്തിൻ്റെ അടുക്കൽ നിന്ന് വാങ്ങിയ 2 കോലാട്ടുകൊറ്റനുണ്ടല്ലോ പാപയാഗത്തിന്, 5-ാമത്തെ വാക്യം, ആ കോലാട്ടുകൊറ്റനെ കൊണ്ടുവന്നിട്ട് ഒരെണ്ണത്തെ യാഗം അർപ്പിക്കണം. അത് യഹോവയ്ക്കെന്നും അസലേലിൽ നിന്ന് 2 ചീട്ടിടണം. ചീട്ടിട്ടിട്ട് യഹോവയ്ക്ക് കിട്ടുന്നതിനെ അതിനെ യാഗം അർപ്പിക്കണം. അസലേലിനുള്ള ചീട്ടിട്ട് കിട്ടുന്നതിനെ അതിൻ്റെ തലമേൽ ഈ കൈവച്ച് ഈ ജനത്തിൻ്റെ എല്ലാം പാപം അതിൻ്റെ മേൽ ചുമത്തിയിട്ട് അതിനെ വിട്ടുകളയണം, മരുഭൂമിയിലേക്ക് വിട്ടുകളയണമെന്നാണ്. അതിൻ്റെ ഒന്നും ഡീറ്റെയിൽ സ്റ്റഡിയിലേക്ക് നമ്മൾ പോകുന്നില്ല. അതൊക്കെ യേശുവിൽ അതെല്ലാം പൂർണ്ണമായി തീരുന്നുണ്ട്. കാരണം മരുഭൂമിയിലേക്ക് ആത്മാവിനെ നടത്തുകയാണ്. അപ്പം ഇത് മരുഭൂമിയിലേക്ക് വിട്ടുകളയും. അത് അസലേലിന് പ്രതീകമായിട്ടാണ് കർത്താവ് അങ്ങോട്ട് പോകുന്നത്. ആട്ടുകുട്ടി ലോകത്തിൻ്റെ പാപത്തെ സ്നാനമൊക്കെ കഴിഞ്ഞപ്പോൾ യോഹന്നാൻ സ്നാനം പറയുന്നത് ലോകത്തിൻ്റെ പാപത്തെ വയ്ക്കും ദൈവത്തിൻ്റെ കുഞ്ഞാടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം യാഗത്തിനുള്ളൊരു ആടായിട്ട് അവിടെ ഒരു കോലാട്ടുകൊറ്റനായിട്ട് യേശു മരുഭൂമിയിലേക്ക് പോകുന്നുണ്ട്. തിരിച്ച് താൻ തന്നെ യാഗമായിട്ട് മാറുന്നുണ്ട്. അപ്പം ഇവിടെ ഈ പുരോഹിതൻ എന്ന് പറയുന്നത്, പഴയ നിയമ പുരോഹിതൻ എന്ന് പറയുന്നത് തനിക്കും ജനത്തിനും വേണ്ടി പ്രായശ്ചിത്തം കഴിക്കുകയാണ്. തുടർന്ന് 29 വാക്യങ്ങൾ 16-29 മുതൽ 7-ാം മാസം 10-ാം തീയതി നിങ്ങൾക്ക് ആത്മതപനം ചെയ്യണം. അതൊരു സ്പെഷ്യൽ ഡേ ആണ്, ഡേ ഓഫ് അറ്റോൺമെന്റ് എന്ന് പറയും. ഇന്നുമുണ്ട് അവർക്കവിടെ പാപപരിഹാര ദിനം. ആ ദിവസത്തിൽ അവർ തങ്ങളെ തന്നെ ശുദ്ധീകരിക്കണം. അന്ന് നിങ്ങളുടെ സകല പാപങ്ങളും നീക്കി നിങ്ങൾ ശുദ്ധീകരിക്കുകയും ചെയ്യുന്നത് അത് നിങ്ങൾക്ക് വിശുദ്ധ സ്വസ്ഥ ശബത്തായിരിക്കണം ആ ഒരു ദിവസം. എന്നാൽ ഇന്ന് പുതിയ നിയമസഭയിലേക്ക് വരുമ്പോൾ നമ്മൾ അതിലേക്ക് വരികയാണ്. ഇതിലൊക്കെ എങ്ങനെയാണ് നമുക്ക് ശുദ്ധീകരണം പ്രാപിക്കുന്നത്? യേശു ക്രിസ്തുവിൻ്റെ ശരീരയാകത്ത നമ്മളെല്ലാം ശുദ്ധീകരിക്കപ്പെടുന്നു. അതാണ് യേശു ക്രിസ്തുവിൽ വരുമ്പോൾ നമുക്കെല്ലാം ഈ ശുദ്ധീകരണം കിട്ടുകയാണ്. മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 25 മുതലുള്ള വാക്യങ്ങളിൽ 12 സംവത്സരമായിട്ട് രക്തസ്രവമുള്ളവളായി പല വൈദ്യന്മാരെ ഏറിയൊന്ന് സഹിച്ച് തനിക്കുള്ളൊക്കെ ചെലവഴിച്ചിട്ട് ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശയായി തീർന്നിട്ട് ഒരു സ്ത്രീയെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. അവൾ തൊടുന്നതെല്ലാം അശുദ്ധമാകും. അവൾ ഒരു വസ്ത്രം എവിടെയെങ്കിലും ഇരുന്നാൽ അവിടെ അശുദ്ധമാകും. പക്ഷേ ഈ രക്തസ്രാവമുള്ള സ്ത്രീ യേശുവിൻ്റെ വസ്തുത കേട്ടിട്ട് അടുത്ത് വന്നിട്ട് യേശുവിനെ തൊടുകയാണ്. പക്ഷേ യേശു അശുദ്ധനാകുന്നില്ല, മറിച്ച് ഈ അശുദ്ധിയായ സ്ത്രീ വിശുദ്ധയായി തീരുകയാണ്. അവളുടെ രക്തസ്രാവം മാറുകയാണ്, രോഗം മാറുകയാണ്, ബാധയൊഴുകിയാണ്. അപ്പോൾ അതെല്ലാം ഒരു ഇതിൻ്റെ ഇതായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ കർത്താവിലേക്ക് വരുമ്പോൾ നമ്മുടെ ഈ മാതിരിയുള്ള രോഗങ്ങളെല്ലാം കർത്താവ് സൗഖ്യമാക്കുകയാണ്. രോഗസൗഖ്യമുണ്ട്. അതാണ് രക്ഷിക്കപ്പെടുക, വീണ്ടും ജനിക്കുക എന്നൊക്കെ പറയുന്നതിലൊക്കെ രോഗസൗഖ്യം കൂടെ അതിൻ്റെ കൂടെ വരുന്നതാണ്. ശാരീരിക സൗഖ്യമെല്ലാം ദൈവം പ്രദാനം ചെയ്യുകയാണ്. ഇവൾ ബാധ മാറി താൻ സ്വസ്ഥയായെന്ന് അവൾ ശരീരത്തിൽ അറിഞ്ഞു. അപ്പോൾ യേശുവിനെ തൊട്ടപ്പോൾ യേശു അശുദ്ധനായില്ല, മറിച്ച് അവൾ വിശ്വാസത്തോടു കൂടി തൊട്ടപ്പോൾ അവളുടെ അശുദ്ധി മാറി അവൾ ശുദ്ധിയായി തീർന്നു. ഇത് തന്നെയാണ് നമുക്ക് അവിടെ പറയുന്നത്. സ്ത്രീയെ, നിന്റെ വിശ്വാസം മകളെ നിന്റെ വിശ്വാസം രക്ഷിച്ചിരിക്കുന്ന, സമാധാനത്തിടെ പോയി ബാധ ഒഴിഞ്ഞ് സ്വസ്ഥയായിരിക്കുക എന്ന് പറഞ്ഞു. നമ്മൾ എബ്രായ ലേഖനത്തിലേക്ക് വരുമ്പോൾ അവിടെ കാണുകയാണ് നമുക്കുള്ള മഹാപുരോഹിതൻ എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്ന ഒരു ഭാഗമുണ്ട്. അവിടെ മനുഷ്യന് സൽഗുണപൂർത്തി വരുത്തും ഒരു നാളും കഴിയാത്ത യാഗങ്ങൾ അർപ്പിക്കുകയാണെന്നാണ് പറയുന്നത്. 10-ാം അധ്യായം 4 പറയുകയാണ്, കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെ രക്തത്തിന് പാപങ്ങളെ നീക്കുവാൻ കഴിയുന്നതല്ല. എബ്രായർ 7:27 പറയുകയാണ്, ആദ്യം സ്വന്തം പാപങ്ങൾക്കായും പിന്നെ ജനത്തിൻ്റെ പാപങ്ങൾക്കായും ദിനംപ്രതി യാഗം കഴിക്കുവാൻ ആവശ്യമില്ലാത്തവനാണ് യേശു. പഴയ നിയമത്തിൽ അത് ആവശ്യമാണ്, എന്നാൽ പുതിയ നിയമത്തിൽ കർത്താവിന് അതിൻ്റെ ആവശ്യമില്ല. എബ്രായർ 10:14 ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. പഴയ നിയമത്തിന് ന്യായപ്രമാണം പുറത്താണെങ്കിൽ അവിടെ തുടർന്ന് പറയുക,
എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതുമെന്ന് കർത്താവിൻ്റെ അരുളപ്പാടെന്ന് അറിയിച്ചതിന് ശേഷം അവരുടെ പാപങ്ങളെ അകൃത്യങ്ങളെ ഞാൻ ഇനി ഓർക്കുകയുമില്ല എന്നവിടെ പറയാം. കാരണം തൻ്റെ രക്തത്താൽ യേശുവിൻ്റെ യാഗത്താൽ നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ടു കഴിഞ്ഞു. 1 യോഹന്നാൻ 2-ാം അധ്യായത്തിൽ പറയുകയാണ്, കുഞ്ഞുങ്ങളെ പാപം ചെയ്യാതിരിപ്പാൻ എഴുതുന്നു, പാപം ചെയ്തെങ്കിലോ യേശു ക്രിസ്തു എന്ന കാര്യം നമുക്ക് പിതാവിൻ്റെ അടുക്കലുണ്ട്, അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു, നമ്മുടേതിന് മാത്രമല്ല സർവ്വലോകത്തിൻ്റെ പാപത്തിനും തന്നെ. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഏറ്റു പറഞ്ഞുകൊണ്ട് കർത്താവെ തെറ്റ് വന്നുപോയി എന്ന് പറഞ്ഞ് തെറ്റുകൾ കണ്ടുപിടിച്ച് ഏറ്റുകൊണ്ട് അനുദപിച്ചുകൊണ്ട് നമ്മുടെ അടുത്ത് വരുമ്പോൾ നമ്മൾ ശുദ്ധീകരണം പ്രാപിക്കുകയാണ്. നമ്മളെ ശുദ്ധീകരിക്കുന്ന യേശുവിൻ്റെ രക്തം സകല പാപവും നോക്കി നമ്മളെ ശുദ്ധീകരിക്കും. നമുക്ക് ദൈവത്തിന് നമ്മളെ തന്നെ അർപ്പിക്കാം. ദേഹവും ദേഹിയും ആത്മാവും സമ്പൂർണ്ണമായി 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം 21-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, സമാധാനത്തിൻ്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടുവാൻ കാക്കപ്പെടുമാറാകട്ടെ. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു, അവനത് നിർവഹിക്കും. സ്നേഹവാനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, മനോഹര സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളെ കൽപ്പിച്ച വചനങ്ങൾക്കായി ഞങ്ങൾക്ക് സ്തോത്രം ചെയ്യുന്നപ്പാ. പഴയ നിയമത്തിലെ പ്രമാണങ്ങൾ, അതിൻ്റെ കാഠിന്യം എത്ര ഭാരമേറി ഞങ്ങൾ തിരിച്ചറിയുന്നു. എന്നാൽ കർത്താവ് അതെല്ലാം തൻ്റെ മേൽ വഹിച്ചുകൊണ്ട് ഒരുവൻ ക്രിസ്തുവിലായാലും അവൻ പുതിയ സൃഷ്ടിയാകുന്നുവെന്നും പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തി നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകുമെന്ന് അരുളി ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് യഥാർത്ഥ സ്വാതന്ത്ര്യം വാഗ്ദാനം ചെയ്തുകൊണ്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ജഡം ധരിച്ചിറങ്ങി വന്ന കർത്താവായ യേശുവേ, ഞങ്ങൾക്ക് വേണ്ടി പാപയാഗമായി തീർന്നിട്ട് തൻ്റെ രക്തം കൊണ്ട് പ്രായശ്ചിത്തം വരുത്തിയ ശേഷം പിതാവിൻ്റെ വലത്തുഭാഗത്ത് ഞങ്ങൾക്ക് വേണ്ടി ഇന്നും പക്ഷപാതം ചെയ്യുന്ന നല്ല മഹാപുരോഹിത, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഞങ്ങളതിൻ്റെ സന്നദ്ധിയിലേക്ക് സമർപ്പിക്കുന്നു. അവിടുന്ന് ആഗ്രഹിക്കുന്ന പോലെ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങൾ ശുദ്ധരായിരിക്കുന്ന തിരുവപ്രകാരം ഞങ്ങളതിൻ്റെ വിശുദ്ധീകരണത്തിനായി ഏൽപ്പിച്ചു തരുന്നു. ശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ എല്ലാ ശാരീരിക രോഗങ്ങളെയും നീ സൗഖ്യമാക്കുന്ന ദൈവമാണല്ലോ. ഏത് തരത്തിലുള്ള രോഗമാണെങ്കിലും അത് സൗഖ്യമാക്കുന്ന, ഞങ്ങളെ വിശുദ്ധീകരിക്കുന്ന ദൈവമായിരിക്കാൻ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. എല്ലാം നിന്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. ക്രൂശിൽ ചിന്തയുടെ രക്തത്താൽ ഞങ്ങളെ കഴുകണം, ഞങ്ങളെ പൊതിയണം, ഞങ്ങളെ സൂക്ഷിക്കണം. അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങൾ നിറയ്ക്കണം, ബലപ്പെടുത്തണം, ശക്തീകരിക്കണം, വഴി നടത്തണം. എല്ലാം ഞങ്ങളെ കൊടുത്തിരുന്നാമം മഹത്വപ്പെടുത്തണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമം അടിയങ്ങൾ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ ജീവിപ്പാനായിട്ട് തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ആശ്വാസദായകനാം എന്റെ യേശു കൂടെയുണ്ട്, എന്നെന്നും കൂടെയുണ്ട്. ദുഃഖത്തിൻ വേളകളിൽ ഭാരങ്ങൾ ഏറിടുമ്പോൾ എൻ ഭാരം താങ്ങിടുന്ന എൻ യേശു കൂടെയുണ്ട്.